CBSE സ്കൂളുകളിൽ മലപ്പുറം ജില്ലയിൽ 30,000-ലധികം കുട്ടികൾ പഠിക്കുന്നു. 1.25 ലക്ഷം കുട്ടികളാണ് അൺഎയ്ഡഡ് 1 മുതൽ 10 വരെയുള്ള സ്കൂളുകളിൽ, CBSE 1 മുതൽ 10 വരെയുള്ള സ്കൂളുകളിൽ മലപ്പുറം ജില്ലയിൽ പഠിക്കുന്നത്. സാർ, ഇക്കഴിഞ്ഞ അധ്യയന വർഷം അൺഎയ്ഡഡ് സ്റ്റേറ്റ് സ്കൂളുകളിൽ നിന്നും CBSE സ്കൂളുകളിൽ നിന്നുമായി 10ാം ക്ലാസ് പാസ്സായി വന്ന കുട്ടികളുടെ എണ്ണം 10,000-ലധികമാണ്. ഈ 10,000-ലധികം കുട്ടികൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കേക്ക് തിന്ന് വളർന്നവരാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ. എന്നാൽ അവർക്ക് 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കാൻ ബ്രെഡ് മതി എന്നാണ് അവർ പറയുന്നത്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ ഇബ്രാഹിം? 1.25 ലക്ഷം കുട്ടികളാണ് നമ്മളുടെ ജില്ലയിൽ അങ്ങനെ പഠിക്കുന്നത്. ഈ 1.25 ലക്ഷം കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊരു ക്യാമ്പയിൻ നടത്താം. +1 സീറ്റില്ല എന്ന് പറഞ്ഞ് നടത്തപ്പെടുന്ന സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനകൾ തയ്യാറുണ്ടോ? അതിന് തയ്യാറാവില്ല സാർ. കാരണം അവർക്കൊക്കെ തന്നെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള അൺഎയ്ഡഡ് സ്കൂളുകൾ ഉണ്ട്. അവരൊക്കെ വിദ്യാഭ്യാസ കച്ചവടം നടത്തുകയാണ്. ഏത് സംഘടനക്കാണില്ലാത്തത്? മുസ്ലിം ലീഗിനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന, ഇന്ന് സമരത്തിന്റെ മുൻപന്തിയിലുള്ള എല്ലാ സംഘടനകൾക്കും അൺഎയ്ഡഡ് സ്കൂളുകളില്ലേ? 1 മുതൽ 10 വരെ, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കേക്ക് തിന്നാം. എന്നാൽ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നമുക്ക് ബ്രെഡ് മതി എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് സാർ? എന്റെ അഭിപ്രായം, 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ നമ്മുടെ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കണം. അതിനുള്ള സൗകര്യം ഒരുങ്ങണം. അത് ഏതെങ്കിലും 1ഓ 2ഓ ക്ലാസ്സുകളിൽ മാത്രം പോരാ, എല്ലാ ക്ലാസ്സുകളിലും വേണം. സാർ, മലബാറിന്റെ പ്രശ്നം, മലപ്പുറത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്. 20ഓളം ഹൈസ്കൂളുകളുണ്ട്, ഗവൺമെന്റ് സ്കൂളുകൾ, ഗവൺമെന്റ് ഹൈസ്കൂളുകൾ. ആ ഗവൺമെന്റ് ഹൈസ്കൂളുകളിൽ മുഴുവൻ തന്നെ +2 സ്കൂളുകളാക്കി ഉയർത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. അതോടൊപ്പം തന്നെ പുതിയ ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ അനുവദിച്ചുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുങ്ങണം. മുമ്പൊക്കെ ITCയിൽ പഠിച്ചാൽ, ITIയിൽ പഠിച്ചാൽ അതോടുകൂടി 2 വർഷം കൊണ്ട് പഠനം അവസാനിക്കുമായിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് സാർ അതിന് മാറ്റമുണ്ടായി. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി +1 ITIക്ക് പഠിച്ച കുട്ടിക്ക് 2 വർഷം ITI പഠനം കഴിഞ്ഞാൽ പോളിടെക്നിക്കിൽ ലാറ്ററൽ എൻട്രിക്ക് ചേരാനുള്ള സാഹചര്യം ആദ്യമായി കേരളത്തിൽ ഉണ്ടാക്കി. അതോടുകൂടി ഡിപ്ലോമയ്ക്ക് ചേരാം. ഡിപ്ലോമ കഴിഞ്ഞ് അവർക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ എഞ്ചിനീയറിംഗിനും യഥാർത്ഥത്തിൽ ചേരാം സാർ. മുസ്ലിം ലീഗിന്റെ കയ്യിൽ കഴുത്തും കത്തിയും ഉണ്ടായിരുന്ന കാലത്ത്, എല്ലാം ലീഗിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാലത്ത് ആരായിരുന്നു തടസ്സം നിന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? ഈ പക്ഷത്തുള്ളവരാണോ? അല്ല, കോൺഗ്രസ് ആണ് അതിനെതിരായിട്ട് നിന്നത്. സ്കൂളുകൾ മലബാറിലും മലപ്പുറത്തും മാത്രമായി കൊടുക്കരുത് എന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കന്മാരാണ്. 5ാം മന്ത്രിസ്ഥാനം ലീഗിന് തന്നപ്പോ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സാമുദായിക സന്തുലിതത്വം നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞത് ഇടതുപക്ഷമല്ല, ഇരിക്കുന്നവരല്ല. 1 മിനിറ്റ് കൂടി സാർ. സ്വന്തം കഴിവുകേട് മറച്ചുവെക്കാൻ വേണ്ടി മറ്റുള്ളവരെ പഴിചാരുന്നത് എന്തിനു വേണ്ടിയാണ്? ലീഗിനറിയാം ഇപ്പൊ നടന്നു, ഇനി ഒരിക്കലും നടക്കൂലെന്ന്. നിങ്ങൾക്കൊരിക്കലും നടത്താൻ കഴിയില്ല. ഇത് നടത്താൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സമരാഭാസവുമായി രംഗത്ത് വരുന്നത്. ഈ സമരക്കാരെവിടെയായിരുന്നു? 2015ലും 16ലും 25,000 കുട്ടികൾ മലപ്പുറം ജില്ലയിൽ +1നും +2നും സ്കോൾ കേരളയിൽ രജിസ്റ്റർ ചെയ്തപ്പോ വിശുദ്ധ ഖുർആനിലെ വിഖ്യാതമായിട്ടുള്ള ഒരു വചനമുണ്ട്. നിങ്ങൾ ചെയ്യാത്തതാണോ നിങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നതും പറയുന്നതും? അതിനേക്കാൾ വലിയ പാപം മറ്റൊന്നില്ല. അതാണ് സുഹൃത്ത് ഇബ്രാഹിമിനെ ഓർമ്മിപ്പിക്കുവാനുള്ളത്.